ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, കാരണം ബീഫിന് നല്ല നെയ്യുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിക്കുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ കൊത്തൊന്നും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ സവാള, കൊച്ചുള്ളി, കൊച്ചുള്ളി ഞാൻ ശകലം അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഞാൻ പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഞാനതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളിയായിട്ട് ആ പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുക്കറിൽ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇത്തിരി ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് കുക്കറിൽ വേവിച്ചെടുത്തത്. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ അവസാനമാണ് കുറച്ച് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബീഫ് കറിയാണ്. നിങ്ങൾ വീട്ടിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല നെയ്യൊക്കെയുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എരിവൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവൊക്കെ അതിനനുസരിച്ചിട്ട് ഇട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.